ഇപ്പം നമ്മൾ കാണുന്ന ഷോപ്പുണ്ടല്ലോ, ഐഫോണിൻ്റെ സർവീസ് സെൻ്ററിൽ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു തന്നൊരു ഷോപ്പാണ്. നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ഇടത് സൈഡ് കാണുന്ന ഒരു ഷോപ്പാണ് ഇത്. കുന്നംകുളത്തുള്ളൊരു ഷോപ്പാണ്. അവിടെ നമ്മൾ ചെന്നിട്ട് ഐഫോൺ അതിന് പഴയ ഫോൺ, അപ്പോൾ അതിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് വാട്സപ്പ് ഒന്ന് ബാക്കപ്പ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. മെസ്സേജും ചാറ്റൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്ത് കിട്ടണം എന്നായിരുന്നു ആവശ്യം. പക്ഷെ നമ്മൾ ചെന്നിട്ട് ഐഫോണിൻ്റെ സർവീസ് സെൻ്ററിൽ പോലും അവർ ഇത് ശരിയാവുന്നില്ല, ഇനി കഴിയില്ല, അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞെന്ന് പറഞ്ഞ് മടക്കിയ ആൾക്കാരായിരുന്നു. എന്നാലും അവിടെ പോയി നമുക്ക് ശരിയായി കിട്ടി. അപ്പോൾ നമ്മൾ തിരിച്ച് മടക്ക യാത്രയാണ്. ഇതിപ്പോൾ നമ്മൾ ആർത്താറ്റ് എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ആർത്താറ്റ് ഇറക്കമാണിത്. ഒരു കുത്തനുള്ളൊരു ഇറക്കമാണിത്. ആക്സിഡൻറ്റ് താഴ്ത്തിയിട്ടാണ്, ഫുൾ കുറച്ചിട്ടാണ് ഇപ്പോൾ വെറുതെ വെച്ചേക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു വിഷയമില്ല. അതിന് പഴയ വണ്ടിയാണെങ്കിൽ ആക്സിഡൻറ്റ് ഫുള്ള് നമ്മൾ കുറച്ചാലും ഇങ്ങനെ ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിൽ കുതിച്ച് പോകുന്നു. ഇതിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. പിന്നെ പറയാനുള്ളത് ഈ ഒരു ഇറക്കത്തെ പറ്റിയാണ്. ഇത് ആദ്യം ഒരു ഫേസ് 2 തട്ട് പോലെയാണ്. ആദ്യം നല്ല കുത്തനുള്ള ഇറക്കം വന്നിട്ട് പിന്നെ ആ ഇറക്കം നല്ലൊരു കുറയും നന്നായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു ഇറക്കം കൂടിയുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ ഇറക്കത്തിൻ്റെ അത്ര ചരിവ് പിന്നത്തെ ഇറക്കത്തിനില്ല. അങ്ങനത്തെ ഒരു ഇറക്കമുള്ള സ്ഥലമാണത്. അപ്പോൾ ആർത്താറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഇറക്കമുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഒരു സെൻ്ററാണ്, ഒരു വളവാണ്. അത് ചാട്ടുകുളം എന്ന് പറയുന്നൊരു സെൻ്ററാണ്. പേരിലുള്ള പോലെ തന്നെ അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്തോ ഒരു നവീകരണ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിന് തന്നെ ഒരു പ്രത്യേക സൈസ് കളറാണ്, ഒരു തരം പച്ച പോലത്തെ കളറൊക്കെയാണ്. എന്തോ ക്ലീനിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് അവർ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ സൈഡിലും കാണാൻ പറ്റുന്നുണ്ട് നടപ്പാത ഇൻ്റർലോക്ക് കിട്ടിട്ടും അതുപോലെ കൈവരി വെച്ചിട്ടും അങ്ങനെ നടപ്പാതയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കോട്ടപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇത് കുന്നംകുളം ചാവക്കാട് റൂട്ടാണ് ഈ കാണുന്നത്, ഗുരുവായൂരുള്ള റൂട്ടാണ്. ഈ സെൻ്ററിൽ നേരെ പോകുന്നത് ഗുരുവായൂർ, ചാവക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും. പിന്നെ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് വേറൊരു റൂട്ടാണ്, അത് തമ്പുരാൻപടി, അങ്ങനെ ആ വഴി ചെന്ന് കയറുന്നൊരു റോഡാണത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വടക്കേക്കാട്, അതുപോലെ പൊന്നാനി, പുത്തൻപള്ളി അങ്ങനെയും പോകാൻ പറ്റും. ഇത് ഒരു ചൂൽപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നഗരസഭയുടെ ഡ്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ട്. വേസ്റ്റൊക്കെ നിക്ഷേപിച്ചിട്ട് അതിനെ സംസ്കരിക്കുന്നൊരു സ്ഥലമാണ്. ഈ മതിലിൻ്റെ അപ്പുറമാണത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു ഇതിൻ്റെ ഭാഗം ഒരു പാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പണ്ട് പാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തീ പിടിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ മുമ്പ് പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ നമ്മൾ മമ്മിയൂരാണ് എത്തിയിട്ടുള്ളത്. മമ്മിയൂർ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മമ്മിയൂർ സെൻറ്ററിൽ നിന്ന് വലത്തോട്ട് പോകുന്നതാണ് നമ്മുടെ പുത്തൻപള്ളി, വടക്കേക്കാട്, പൊന്നാനി അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു റൂട്ട്. പൊന്നാനിക്ക് വേറെയും റൂട്ടുണ്ട്, ചാവക്കാട് നിന്നും പോകും NH വഴി. ഇത് ഈ ഇടത്തോട്ടുള്ള തിരിവാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള റോഡ്. ഇപ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, മൊബൈൽ ഫോണിൻ്റെ. അപ്പോൾ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ തൃശ്ശൂരുള്ള ഐഫോൺ സെൻറ്ററിൽ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് കുറച്ച് ഓൾഡ് മോഡലാണ് എന്ന് പറഞ്ഞിട്ട് അവർ ബാക്കപ്പ് ചെയ്യാൻ നോക്കി. ഐക്ലോഡിൽ നിന്ന് അങ്ങനെ മെസ്സേജ് ബാക്കപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റക്കായി. പിന്നെ അവർ പറഞ്ഞു ഇനി ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം, ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞ് മടക്കുക ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഷോപ്പ് ചെന്നപ്പോൾ കുറച്ച് സമയം എടുത്തു. കാരണം ഞാനൊരു രാവിലെ ഒരു 10 മണി എത്തി, ഒരു വൈകുന്നേരം വരെ ആയി. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് പഴയ ഐഫോണിലത്തെ ആ വാട്സപ്പിൻ്റെ ആ ചാറ്റ് ബാക്കപ്പ് ഈ പുതിയ ആൻഡ്രോയിഡിലേക്ക് മാറ്റി കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അത് നടന്നില്ല. കാരണം അവർ കുറേ തവണ ശ്രമിച്ചു. പിന്നെ ഐഫോണിൽ പഴയ മോഡലും കൂടി ആയിരുന്നുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ അവർ അതിന് പകരം ചെയ്തു തന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐഫോണിന് പഴയ അതുപോലെ മുഴുവൻ ചാറ്റും ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് ഐക്ലോഡിലേക്ക്. ആ ഒരു കാര്യം ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് സാധിച്ചു കിട്ടിയത്.